ഇവർക്ക് ഒരേ നിർബന്ധം എന്റെ കല്യാണം കഴിക്കണം. അങ്ങനെയല്ല, നേരെ തിരിച്ചറിഞ്ഞു. അപ്പൊ പിന്നെ ഇവരെ വീട്ടിൽ നിന്ന് ആലോചന ഉണ്ടെങ്കിൽ നമ്മുടെ ദുബായ് വരാൻ വേണ്ടി. അതെ അതെ. കുറേ നാളായിട്ട് ഇങ്ങനെ കാത്തിരുന്ന ദിവസമാണിത്. അപ്പം ചേട്ടൻ്റെ കല്യാണം എന്ന് പറയുമ്പോൾ തന്നെ പണ്ട് തൊട്ടേ ഇങ്ങനെ ഒരു ഡ്രീമായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വന്നെത്തി. അപ്പം ഭയങ്കര ഒരു ഡ്രീമി ഡേ ആണ്. പിന്നെ അതേപോലെ തന്നെ ചേച്ചിയായിട്ടാണെങ്കിലും ഭയങ്കര കമ്പനിയാണ്. അപ്പം ചേച്ചിയും നമ്മുടെ ഫാമിലിയായിട്ട് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ നമ്മുടെ മനസ്സിനണങ്ങിയ കുട്ടിയാണ്. നമുക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ചേട്ടനാണെങ്കിലും പണ്ട് തൊട്ടേ ഒരു ഫ്രണ്ട് എന്നല്ല ഭയങ്കര കമ്പനിയാണ്. അപ്പം ചേട്ടൻ്റെ ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോഴത്തേനും ഭയങ്കര ഹാപ്പിയാണ്. അതേപോലെ തന്നെ ചേട്ടനാണെങ്കിലും പുറത്തായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഫുൾ കാര്യങ്ങൾ ഓടി നടന്ന് എല്ലാം ചെയ്യാൻ പറ്റി. അതും ഭയങ്കര ഹാപ്പിയാണ്. ചേട്ടന് വേണ്ടി കല്യാണത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഇവിടെ ചെയ്ത് തീർക്കാൻ പറ്റി. അപ്പോൾ ഇന്ന് നമ്മുടെ ചേട്ടൻ്റെ കല്യാണം ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ കുറേ ദിവസങ്ങളോളം കാത്തിരുന്നൊരു കല്യാണമാണ്. കുറെ ഡാൻസ് പ്രാക്ടീസും കുറെ പ്രാക്ടീസ് ചെയ്ത് ഭയങ്കര എല്ലാം സെറ്റാക്കി വെച്ചേക്കാൻ. ഞങ്ങൾ അത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ തകർക്കാൻ പോവാണ്. ചേച്ചിയാണെങ്കിലും അതെ, ചേച്ചീനെ പണ്ട് നമുക്ക് അറിയാം. പക്ഷെ അന്നൊന്നും ഇങ്ങനെ കമ്പനിയില്ല. പിന്നെ ചേട്ടനുമായിട്ടുള്ള കമ്പനി വന്നേ പിന്നെ നമ്മൾ ഭയങ്കര കമ്പനിയാണ്. ചേച്ചിയും ചേട്ടനൊക്കെ ഇപ്പം ഒരേ കമ്പനിയാണ്. അപ്പം ഇന്ന് ചേട്ടൻ്റെയും ചേച്ചിയുടെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. അവർക്ക് രണ്ടുപേർക്കും എല്ലാ സന്തോഷങ്ങളും നേരുന്നു. എന്തായാലും പാവച്ചേട്ടൻ ഫ്രെയിമിൻ്റെ സെൻറ്ററിൽ നിൽക്കാൻ ഏറ്റവും താല്പര്യമുള്ള ചേട്ടൻ്റെ ഒരു ഡ്രീമാണ് കല്യാണം. കാര്യം എല്ലാ ക്യാമറയും ചേട്ടൻ ഇന്ന് ഫോക്കസ് ആയിരിക്കും. അതുകൊണ്ട് ചേട്ടൻ ഇന്ന് ഭയങ്കര സന്തോഷം. അതെ. ಸರಿಸಿ ಹರಸಲೆಂದೇ ಸುಂದರಿ ಬಾ ಕೈಯ ಹಿಡಿದು ನನ್ನ ನಡೆಸು ನೀ. ಸುಂದರಿ ಬಾ ನನ್ನ ಬದುಕು ಬೆಳಕುಗೊಳಿಸು ನೀ.
അതിനെ പറ്റി പറയാനുണ്ട്. കല്യാണം ഓവറോൾ നടത്തുന്നതിനാണ്. എന്റെ ചേട്ടനല്ലേ നടത്താണ്ടിരിക്കാൻ പറ്റുമോ? ഇവന്റ് മാനേജ്മെന്റ് ആവശ്യം വരുന്നില്ല. സീരിയസ്ലി ഉറക്കം പോലില്ലാണ്ട് ഒരു 2 മാസം റിയാക്ഷൻ. ഞാൻ ഇന്നലെ കേക്ക് ഇന്നലെ പറഞ്ഞേക്കോ? 4 മണിയാകുമ്പോ ഈ ഇത് കൊടുക്കാൻ പോയത്, ഏത് ഈ ജുബ്ബ മേടിക്കാൻ പോയത്. 1-2 മാസമായിട്ട് ഫുൾ ഇതിന്റെ പുറകെയായിരുന്നു. ജോലിക്ക് വരുമ്പോ ശരിക്കും നന്ദുന്റെ ഭാഗ്യം ഇങ്ങനെ അത്ര ഉള്ളു. തള്ളല്ലേ. എന്റെ ചേച്ചിക്ക് ചേട്ടൻ പണി എന്ത് വേണേലും ഞാൻ ചെയ്യും. പടകളാം